ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമായി നമുക്ക് നിന്നെ കാണാം. കാരണം അമർജ്യോതി മാം പറഞ്ഞിരുന്നു, നമ്മൾ വായിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ളൊരു പുസ്തകം നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. നമുക്കറിയാം, ഹാബിച്വൽ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് നമ്മുടെ ലൈഫിൽ മുഴുവനുള്ളത്. ഹാബിറ്റ് എത്രമാത്രം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ലൈഫിൻ്റെ മാറ്റങ്ങൾ അവിടെ കൃത്യമായിട്ട് നമുക്ക് വിസിബിൾ ആകും. ഇപ്പം ഇവിടെ സ്റ്റീഫൻ ആർ കോവയുടെ ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന ഈ ബുക്കിൽ വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, വളരെ ഇൻഫ്ലുവൻസിങ് ആണ് ആ കഥ, അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ റിവ്യൂ കേട്ടവർക്കറിയാം. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. അതിൻ്റെ 7 ഹാബിറ്റുകളെക്കുറിച്ചും ആ 7 ഹാബിറ്റുകളും കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കും. പക്ഷേ ഒരു ഹാബിറ്റും അത്ര ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? അതിന് ഒത്തിരി എഫേർട്ട് വേണം. അപ്പോൾ ആ എഫേർട്ടിലേക്ക് നമ്മളെ എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന മനോഹരമായ ഒരു സെഷനാണിന്ന്. സെഷൻ നയിക്കുന്നത് സുജിത്താണ്. സുജിത്ത് ഇരിട്ടി സ്വദേശിയാണ്. നല്ല മനോഹരമായി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ട്രെയിനറാണ്. വളരെ കാലം നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ സ്പിരിച്വാലിറ്റിയുടെ തലത്തിൽ ഒക്കെ ഒത്തിരി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരിക്കൽ കൂടി നമുക്ക് സുജിത്തിൻ്റെ വാക്കുകളെ കേൾക്കാം. പ്രത്യേകിച്ച് ഈ ബുക്കിൻ്റെ മനോഹരമായ മർമ്മങ്ങളിലൂടെ കടന്നു പോകാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, അതോടൊപ്പം സുജിത്തിനെയും. സുജിത്ത്, you are welcome. Thank you, sir. This is Stephen R. Covey. I can hardly believe that since the 7 Habits of Highly Effective People was first published. This book sold more than 20 million copies. It has been translated into 38 different languages. Success, it's all about foundational principles of effectiveness to greatness. ഇത് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീഫൻ കോവേയുടെ സ്പീച്ചിൻ്റെ ഒരു ഭാഗമാണ് പറയുന്നത്. 7 ഹാബിറ്റ്സ് ഈസ് എ കോമൺ സെൻസ് ബട്ട് നോട്ട് എ കോമൺ പ്രാക്ടീസ്. 7 ഹാബിറ്റ്സ് എന്ന് പറയുന്നത് കോമൺ സെൻസ് ആണ്, പക്ഷെ നമുക്കത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ കോവേ പറയുന്നത് എങ്ങനെയാണ്, ദിസ് ഈസ് നോട്ട് എ ക്വിക്ക് ഫിക്സ് പ്രോഗ്രാം, ദിസ് ഈസ് നോട്ട് എ പ്രോഗ്രാം വിത്ത് ദ മന്ത്, ദിസ് ഈസ് എ പ്രോസസ് ടു പേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ ഈ മൊമെന്റ് കൊണ്ടോ ഒന്നും സാധ്യമല്ല. ഇത് ദിവസങ്ങളെടുത്തും സാധ്യമല്ല. ദിസ് ഈസ് എ പ്രോസസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് 7 ഹാബിറ്റ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ശരിക്കും 7 ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്ക് സ്റ്റീഫൻ കോവേ എഴുതുന്നത്, ആ എഴുതുന്ന സമയത്ത് അദ്ദേഹം IBM-ലെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ്സിന്റെ വേണ്ടിയിട്ടുള്ള പിഗ്മാലിയൻ എഫക്റ്റിനെ കുറിച്ചുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഹവായിലെ ബുക്ക് ഷെൽഫുകളിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൈതട്ടി ഒരു ബുക്ക് താഴെ വീഴുന്നത്. ശരിക്കും അദ്ദേഹം ആ സമയത്ത്, നമ്മൾ ഈ റൈറ്റേഴ്സിനൊക്കെ അറിയാം, ഒരു റൈറ്റിംഗ് ബ്ലോക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ആ സബ്ജക്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹം കൂലങ്കഷമായി ചിന്തിച്ചത് കൊണ്ടോ അതിഗാഠമായി അതിനെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ടോ എന്നറിയില്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിനെയും പിന്നീട് വന്ന ലോകത്തിലുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ബുക്കായിട്ട് 7 ഹാബിറ്റ്സ് മാറി. 7 ഹാബിറ്റ്സ് സ്റ്റീഫൻ കോവേ എഴുതിയത്, അദ്ദേഹം ആ ബുക്ക് മറിഞ്ഞു വീണ സമയത്ത് അദ്ദേഹം കണ്ട വാക്കുകൾ ഇതാണ്: ഫ്രീഡം ആൻഡ് പവർ ടു ചൂസ് എന്ന്. അതായത് ചൂസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഉണ്ട് എന്ന്. ആ ബുക്ക് എഴുതിയിരിക്കുന്നത് ഫ്രാങ്ക്ലിൻ കോവേയുടെ, ശരിക്കും ഫ്രാങ്ക്ലിൻ കോവേയിൽ വരുന്നു. ഇതിനു മുമ്പ് ദ മാൻ സെർച്ച് ഫോർ ദ മീനിങ് എന്ന് പറയുന്ന ബുക്കായിരുന്നു. ബുക്കിൽ നിന്നാണ് എന്ന് ആണ് പറയപ്പെടുന്നത്. 7 ഹാബിറ്റ്സ് ഈസ് എ കോമൺ സെൻസ് ബട്ട് നോട്ട് എ കോമൺ പ്രാക്ടീസ്. അപ്പം ഇതില് 3 തരത്തിലാണ് നമ്മൾ ഇതിനെ സമീപിക്കുന്നത് ഈ ബുക്കിനെ. ഒന്ന് ഹെലികോപ്റ്റർ വ്യൂ ആണ്, ലോങ് വ്യൂ, പിന്നെ നോർമൽ വ്യൂ, ദെൻ ആ ബുക്കിന്റെ മൈക്രോസ്കോപ്പിക് വ്യൂ എന്ന് പറയും. ആദ്യം എന്താണ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ 7 ഹാബിറ്റുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് പ്രൊആക്ടിവിറ്റി, ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് ആൻഡ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ഈ 3 അതിനുശേഷം ഫസ്റ്റ് സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്, പിന്നെ വിൻ വിൻ, അതുപോലെ തന്നെ സിനർജി, ദെൻ ലാസ്റ്റ് വൺ ഈസ് ദ ഷാർപ്പൻ ദി സോ. ഈ രീതിയിലാണ് 7 ഹാബിറ്റ്സ് എഴുതിയതെങ്കിൽ പോലും അതിനുശേഷം അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ മൂന്നാമത്തെ അത്രമാത്രം പവർഫുൾ അല്ല എന്ന് തോന്നിയതിനു ശേഷമാണ് അദ്ദേഹം എഴുതിയ ബുക്കാണ് ഫസ്റ്റ് തിങ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് തിങ് ഫസ്റ്റ് ശരിക്കും 7 ഹാബിറ്റ്സിലെ മൂന്നാമത്തെ ആ ഹാബിറ്റിനെ കൂടുതൽ വിശദീകരിക്കുന്നതാണ്.
അതിനുശേഷം പിന്നീട് മുന്നോട്ട് കടന്നുപോയ സമയത്ത് സ്റ്റീഫൻ കോവയും വേറെ രണ്ടാൾ കൂടി എഴുതി. സ്റ്റീഫൻ കോവ മാത്രമല്ല ഫസ്റ്റ് തിങ്സ് എഴുതുന്നത്. അതിനുശേഷം ഏകദേശം 40ഓളം അടങ്ങുന്ന ടീമാണ് 8 ഹാബിറ്റ് എഴുതുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം തുടങ്ങുന്നത് 7 ഹാബിറ്റ്സിലാണ്. പക്ഷേ ലാസ്റ്റ് അവസാനം ആയ സമയത്ത് അദ്ദേഹം എഴുതിയത് പ്രിൻസിപ്പിൾ, ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നതാണ്. ഇത് 7 ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞ ഫസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് ഹാബിറ്റ് പ്രൊആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു. അതില് ശരിക്കും പ്രൊആക്ടിവിറ്റിയിൽ ആ ബുക്ക് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഒരാൾ in more than 24 years of working with people in business, marriage and family settings, I have come in contact with many individuals who have achieved an incredible degree of success in life, but I have found themselves they have struggling inner hunger, a deep need for personal concurrency and effective healthy growing relationship with other people. ഇതായത് 25 വർഷത്തിലേറെ വൈവാഹിക ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും കമ്പനികളിലും ഇൻഡിവിജ്വലുകളിലും എല്ലാമായ ജനങ്ങളുമായി ഞാൻ സഹവസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായത്, പുറമെ അവിശ്വസനീയമായ വിജയം നേടിയവരാണ് എന്നവർ തോന്നുമെങ്കിൽ പോലും അവരെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദന അനുഭവിക്കുന്നു, എന്തോ ഒരു വേദന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. അതിനുശേഷം പെയിൻ, ആ പെയിൻ എന്താണെന്നുള്ളത് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലം പെയിൻ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ്. ഈ 7 ഹാബിറ്റ്സിന് ശേഷം 8 ഹാബിറ്റിലേക്ക് വരുമ്പോൾ 7 ഹാബിറ്റ്സിന് ശേഷം 8 ഹാബിറ്റിൽ അത് 4 ഇന്റർസെക്ടർ ആണ് വരുന്നത്. നമ്പർ 1 മോഡലിംഗ്, പാത്ത് ഫൈൻഡിങ് ആൻഡ് അലൈൻമെന്റ് ആൻഡ് എംപവറിംഗ്. മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 7 ഹാബിറ്റ്സ് ആണ്. 7 ഹാബിറ്റ്സിലെ ആദ്യത്തെ 3 ഹാബിറ്റുകൾ. പാത്ത് ഫൈൻഡിങ് എന്ന് പറയുന്നത് ശരിക്കും രണ്ടാമത്തെ ഹാബിറ്റ് ആണ്. ആൻഡ് എംപവറിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തതിൽ ആണ്. അലൈൻമെന്റ് ആണ് മൂന്നാമത്തത്. ലാസ്റ്റ് എംപവറിംഗ് എന്ന് പറയുന്നത് ഈ ഷാർപ്പൻ ദി ഷോ എന്ന് പറഞ്ഞ ശ്രവണ. അതായത് മോഡലിംഗ്, പാത്ത് ഫൈൻഡിങ്, അലൈൻമെന്റ് ആൻഡ് എംപവറിംഗ്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ, ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും 3 തലങ്ങളുണ്ട്. നമ്പർ 1 എന്ന് പറയുന്നത് ആന്തരികമാണ്, ഇന്നർ ലൈഫ്. നമ്പർ 2 പേഴ്സണൽ ലൈഫ്. നമ്പർ 3 എന്ന് പറയുന്നത് പബ്ലിക് ലൈഫ്. നമ്മൾ പുറമെ അവിശ്വസനീയമായ വിജയം നേടി എന്ന് നമ്മൾ കരുതുന്ന പല ആളുകളും ചിലപ്പോൾ പേഴ്സണൽ ലൈഫിൽ വിജയിച്ചവരായിരിക്കണമെന്നില്ല. പേഴ്സണൽ ലൈഫിലും വിജയിച്ചവരാണെങ്കിൽ പോലും ആന്തരികമായിട്ടുള്ള അവരുടെ ഓരോ ചെയ്തികളിലും അവർക്ക് എന്തെങ്കിലും ഒരു ഇന്നറായിട്ടൊരു വിഷമം ഉള്ളിലുണ്ടെങ്കിൽ അവർ ആന്തരിക ജീവിതത്തിലും പരാജയപ്പെട്ടു. അപ്പം ആന്തരികമായ ജീവിതത്തിൽ നാം വിജയിക്കണമെങ്കിൽ നമ്മുടെ ഇന്നർ ലൈഫിൽ വേണമെങ്കിൽ ആത്മാവിലേക്കുള്ള പര്യവേഷണം എന്നാണ് അദ്ദേഹം ഫസ്റ്റ് തിങ്സ് ഫസ്റ്റിൽ പറയുന്നത്. ഫസ്റ്റ് തിങ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിവിങ്, ലവിങ്, ലേണിംഗ്, ലെഗസി, ഹൗ ടു ബിൽഡ് എ ലെജൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയും. അത് വേറെ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം 7 ഹാബിറ്റ്സിന്റെ ഹയർ സ്റ്റഡീസ് ആണ്. 7 ഹാബിറ്റ്സ് ആണ് പ്രൈമറി സ്കൂൾ ലെവലിൽ നമുക്ക് കിട്ടുന്ന ഹാബിറ്റ്സ്. അതിൽ ഞാൻ പറഞ്ഞു, ആദ്യം തുടക്കത്തിൽ അദ്ദേഹം പ്രോബ്ലത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒന്നാമത്തെ ശീലം പ്രൊആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ശീലത്തെ എഴുതുന്നത് എങ്ങനെയാണ്? I remember one famous quote my favorite writer Henry David Thoreau says, the most optimistic things, the most encouraging things in our life, I know of no more encouraging fact the end and unquestionable ability of man means you or me can elevate, can rise our life conscious endeavor. Root word is here endeavor. അതായത് മനുഷ്യർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അതായത് ബോധപൂർവമായ പരിശ്രമം കൊണ്ട് മനുഷ്യ മനസ്സിനെ ഉദ്ധരിക്കാൻ മനുഷ്യനുള്ളതിനേക്കാൾ പ്രോത്സാഹജനകമായ കഴിവിനേക്കാൾ കൂടുതലായി എനിക്ക് അറിഞ്ഞുകൂടാണ് ആ ചാപ്റ്റർ തുടങ്ങുന്നത്. അതായത് ഇംഗ്ലീഷും കോംപ്ലിക്കേറ്റഡ് ആണ്, മലയാളം കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് നമ്മൾ വിചാരിച്ചാൽ, മനുഷ്യൻ വിചാരിച്ചാൽ അസാധ്യമായി, അതായത് മറ്റു ജന്തു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ മാത്രം സെപ്പറേറ്റ് ചെയ്യുന്ന അത്യപൂർവമായ ഒരു സിദ്ധിവിശേഷം എല്ലാ മനുഷ്യരിലും അന്തർലീനമായിരിക്കുന്നുണ്ട്. ഇതിനെ തന്നെയാണ് 8 ഹാബിറ്റിൽ പറയുന്നത്. Everyone can choose 2 roads in their life, whether Rango road, Chopwa, men of life, 2 roads in their life. One road is broad and well-traveled road, that's mediocrity. Other one is greatness. എല്ലാവരുടെ മുമ്പിലും 2 വഴികളുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകാം, അതല്ലെങ്കിൽ വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിക്കാം. അതാണ് 8 ഹാബിറ്റ് എഴുതി ഈ 40 പേരടങ്ങുന്ന സംഘം ഇത് എഴുതി അവസാനം തീർക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, ഓരോ നക്കൽ പൂർത്തിയാക്കുന്ന സമയത്തും
ചെറിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞ് ഡിസ്കഷനിൽ വന്ന് മാറ്റി മാറ്റി ഓരോ പർവ്വതാരോഹകർ ഓരോ കൊച്ചു കൊച്ചു പർവ്വതങ്ങൾക്ക് കീഴടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അനുഭവത്തിനോടാണ് അദ്ദേഹം താരതമ്യം ചെയ്യുന്നത്. ഇതുകൊണ്ടൊരു ടീം വർക്കാണ് ശരിക്കും പറഞ്ഞാൽ 8 ഹാബിറ്റ് എന്ന് പറയുന്നത്. ഇതില് അതായത് മനുഷ്യൻ മാത്രമുള്ള സവിശേഷമായ പ്രത്യേകതകളുണ്ട്. അതാണ് പ്രോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ പ്രോ ആക്ടിവിറ്റിയിൽ പറയുന്നത് പ്രോ ആക്ടിവിറ്റി, അതായത് പോസിറ്റീവ് ആക്ടിവിറ്റി എന്നാണ്. പ്രോ പോസിറ്റീവ്, അതായത് നമ്മളുടെ മുമ്പിൽ വരുന്ന ഏത് പ്രശ്നങ്ങളും നമ്മൾക്ക് സർക്കിൾ ഓഫ് കൺസേൺ ആൻഡ് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയും. നമുക്ക് പ്രതിസന്ധികളിൽ തളർന്നു നിൽക്കാം, അതല്ലെങ്കിൽ നമുക്ക് അതിന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതാണ് ആ ഒരു ചാപ്റ്ററിൽ ശരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ബുക്ക് നിരൂപണം ചെയ്യുന്നതും മലയാളത്തിൽ വന്നിട്ടുള്ള പല ബുക്ക് റിവ്യൂസിലും ഞാൻ കണ്ടിട്ടുള്ളത് ഈ പ്രോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പീപ്പിൾ, പ്രോ ആക്റ്റീവ് പീപ്പിൾ, അങ്ങനെയുള്ള ഒരു ചെറിയ രീതിയിലാണ് പോകുന്നത്. അത് പെരിഫറൽ വേ ഓഫ് പ്രോസസ് ആണ്. ശരിക്കും അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മറ്റു പുസ്തകങ്ങളും കൂടി വായിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് 8 ഹാബിറ്റ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റിൽ പറയുന്ന ലിവിങ്, ലവിങ്, ലേണിംഗ്, ലെഗസി, അതാണ് 8 ഹാബിറ്റിന്റെ ഇതിന്റെ ശരിക്കും 7 ഹാബിറ്റ്സിന്റെ ആദ്യത്തെ ചാപ്റ്ററിന് തൊട്ടു മുമ്പ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അതിൽ കുറേ കൾച്ചറൽ ടെൻഡൻസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം പറയും ജീവിക്കുക, സ്നേഹിക്കുക, പഠിക്കുക, പൈതൃകം അവശേഷിക്കുക. ജീവിക്കുക എന്നാൽ ലിവിങ്, ലവിങ്, ലേണിംഗ്, ലെഗസി, ഹൗ ടു ബിൽഡ് എ ലെജൻഡറി ലൈഫ്. അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്? ജീവിക്കാൻ നമുക്ക് ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്ന ഭൗതികമായ ശരീരം, അതായത് ശരീരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ശരീരത്തിന് ആരോഗ്യ സിദ്ധാന്തങ്ങളോട് പൊരുത്തപ്പെടുന്ന ജീവിതശൈലി സ്വീകരിക്കുന്നതിന് പകരമായിട്ട് മരുന്നുകളും മന്ത്രങ്ങളെയും ആശ്രയിച്ചുകൊണ്ട്, അതായത് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് അവസാനം നമുക്ക് ഡോക്ടർ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ മറ്റു മാർഗങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ച് ജീവിക്കുന്നതിന് പകരം ആരോഗ്യ സിദ്ധാന്തങ്ങളോട് പൊരുത്തപ്പെടുന്ന ജീവിത ശൈലി സ്വീകരിക്കുക. ഹൃദയം, അതായത് ഇതിനെ സിംബോളിക്കായിട്ട് പറയുന്നത് ശരീരം, ഹൃദയം, മനസ്സ്, ചേതന എന്നാണ്. ഈ 4 കാര്യങ്ങളും ഒരേ രീതിയിൽ സമ്മേളിപ്പിക്കുമ്പോൾ മാത്രമാണ് ഒരു സമഗ്രത ഇല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ നമുക്കുള്ളൂ. ഒരിക്കലും മനുഷ്യ ജീവിതത്തിൽ ആക്ച്വലൈസേഷൻ ഇല്ല. അത് നമ്മുടെ ജീവിതം ഇങ്ങനെ കടന്നു പോയി നമ്മൾ ഈ ഭൂമിയിൽ നിന്നും പോയതിനു ശേഷം മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ്. ഉമ്മൻചാണ്ടിയൊക്കെ കാലം ചെയ്തതിനു ശേഷമാണല്ലോ അദ്ദേഹത്തിന് അത്രമാത്രം ഒരു പോപ്പുലാരിറ്റി വന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ഹാബിറ്റ് പ്രോ ആക്ടിവിറ്റി എന്ന് പറയുന്നതിൽ ശരിക്കും അതിൽ സോഷ്യൽ മിററിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. അത് തന്നെ വലിയ ഡെപ്ത് സബ്ജക്റ്റ് ആണ്. എന്താണ് സോഷ്യൽ മിററിങ്? അത് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട്. അത് ഫസ്റ്റില്, അതായത് 7 ഹാബിറ്റ്സിൽ മെയിൻ ആയിട്ടും ഹാബിറ്റ് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഹാബിറ്റിന് ശരിക്കും പറഞ്ഞാൽ 3 ഇന്റർസെക്റ്റ് ഉണ്ടാണെന്ന് അദ്ദേഹം പറയുന്നത്. വാട്ട് ടു ഡു, how to do, and what to do. What to do is a theoretical paradigm. How to do is a practical side. A want to do is most important side. That's what you want. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് ശീലങ്ങളും തുടങ്ങുന്നത് ആദ്യം ആ ഒരു ഡിസയറിൽ നിന്നാണ്. നമ്മുടെ ആവശ്യം നിങ്ങൾക്ക് വേണോ എന്നാൽ തുടങ്ങാം എന്നുള്ളതാണ്. ഈ ശീലങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ശീലങ്ങൾ തുടങ്ങുന്നത് ഒരു പ്രോസസ് ഉണ്ട്. അത് ഡെപ്ത് സബ്ജക്റ്റ് ആണ്. അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, എങ്കിലും ഞാൻ പറയാം. നമ്മളുടെ ഒരു ബിലീഫ് സിസ്റ്റം നമുക്ക് ഫോം ചെയ്യും. നമുക്ക് ഇതിലൊക്കെ ട്രാൻസാക്ഷൻ അനാലിസിസിലൊക്കെ പഠിക്കുന്നുള്ള കുട്ടിക്കാലത്ത് നമ്മൾക്കുണ്ടായിരിക്കുന്ന കോർ ബിലീഫ് സിസ്റ്റം, അതുപോലെ തന്നെ സ്റ്റീഫൻ കോവെ പാരഡൈം, എങ്ങനെയാണ് പാരഡൈം വരുന്നത്, എന്താണ് പ്രിൻസിപ്പിൾസ്, എന്താണ് വാല്യൂസ്, എന്താണ് എത്തിക്സ്, എന്താണെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയും. നിങ്ങളെല്ലാം ബുക്ക് വായിക്കുന്നവരായതുകൊണ്ട് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഈ പാരഡൈംസിനെ ബേസ് തോട്ട്സ് ലീഡ്സ് ടു വേർഡ്സ്, വേർഡ്സ് ലീഡ്സ് ടു ആക്ഷൻ, ആക്ഷൻ ലീഡ്സ് ടു ബിഹേവ്, ബിഹേവ് ലീഡ്സ് ടു ക്യാരക്ടർ, ക്യാരക്ടർ ലീഡ്സ് ടു ഡെസ്റ്റിനി. അതായത് ചിന്തയിൽ നിന്നും പ്രവൃത്തിയും, പ്രവൃത്തിയിൽ നിന്നും പെരുമാറ്റവും, പെരുമാറ്റത്തിൽ നിന്നും ശീലവും, ശീലത്തിൽ നിന്നും നമ്മളുടെ സ്വഭാവവും രൂപം കൊള്ളുന്നു എന്നാണ്. അപ്പം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തോട്ട്സ്, ചിന്ത വളരെയാണ്. ഈ ഒരു സർക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. തോട്ട്സ്, അതേപോലെ ബിഹേവിയർ പാറ്റേൺ. ഇതിൽ ഈ ഹാബിറ്റ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത വാട്ട് വി റിപ്പീറ്റ്ലി ഡു.
എപ്പോഴും നമ്മൾ എന്താണോ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഹാബിറ്റായി മാറും. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു സിഗരറ്റ് സ്മോക്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ്? ആദ്യമൊക്കെ സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് നമുക്ക് വലിച്ച് ചുമച്ച് പതുക്കെ 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 പതുക്കെയാണ് ഒരു ഹാബിറ്റായി മാറുന്നത്. ഈ ഹാബിറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് അദ്ദേഹം അതിൽ ഹാബിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പറയുന്നുണ്ട്, ഹാബിറ്റ്സ് ആസ് ലൈക്ക് എ കേബിൾ, ഒരു കേബിൾ പോലെ, ഒരു മുടിനാരിയുടെ ചുറ്റി വെച്ചാൽ പോലും ഇങ്ങനെ ചുറ്റി ചുറ്റി അവസാനം നമുക്ക് മുറിക്കാൻ പറ്റാത്തതായി മാറും എന്നാണ് പരമ്പരാഗതമായും നമ്മൾ പഠിച്ചതെങ്കിൽ, സ്റ്റീഫൻ കോവെ പറയുന്നത് അതിന്റെ അടിവേരിൽ ഒറ്റ വെട്ടു മതി. ഇലകളിൽ 100 തവണ തല്ലുന്നതിന് പകരം അതിന്റെ അടിവേരിൽ ഒറ്റ വെട്ട് വെട്ടിക്കഴിഞ്ഞാൽ ആ മരം വീഴും. അതായത് ആദ്യം ഭൂമിയിൽ നിന്നും ഭൂഗുരുത്വാകർഷണ ശക്തി വളരെ ശക്തമാണ്. ഭൂമിയിൽ നിന്നും ഒരു റോക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ആദ്യത്തെ 1000 മൈൽ സഞ്ചരിക്കാൻ വേണ്ടി പിന്നീട് സഞ്ചരിക്കേണ്ട അനേകായിരം മൈലുകൾ സഞ്ചരിക്കുന്നതിനേക്കാൾ ഊർജം ചെലവഴിച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യണമെങ്കിലും നമ്മൾ വിചാരിച്ചാൽ എത്രമാത്രമാണോ ഊർജം ചെലവഴിക്കേണ്ടത്, ആദ്യം ഭയങ്കരമായ ഊർജം ചെലവഴിക്കേണ്ടി വരും. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, ഏത് ഹാബിറ്റും നമ്മൾ റിപ്പീറ്റ്ലി ചെയ്താണ് ഹാബിച്വൽ പാറ്റേണിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് അതിൽ നിന്ന് റിവേഴ്സ് വരുന്നതെങ്കിൽ പോലും നമ്മൾ ഒറ്റയടിക്ക് തീരുമാനിച്ചാൽ സാധിക്കും എന്നാണ് സ്റ്റീഫൻ കോവെ പറയുന്നത്. അതുപോലെ തന്നെ ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി എത്തിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ക്യാരക്ടർ, പേഴ്സണാലിറ്റി? അതായത് ഞാൻ എന്താണ് എന്ന് ഭാവിക്കുന്നതല്ല, മറിച്ച് ഞാൻ എന്താണ്, യഥാർത്ഥത്തിൽ എന്താണ്. അതായത് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കാണുന്ന സമയത്ത് എൻ്റെ പെരുമാറ്റത്തെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതെൻ്റെ പബ്ലിക് ലൈഫാണ്. ക്യാരക്ടറിനെ അറിയണമെങ്കിൽ ഞാൻ എൻ്റെ ഈ ക്യാരക്ടർ എന്ന് പറയുന്നതാണ് ശരിക്കും ഈ നമ്മുടെ കോർ ബിലീഫ് സിസ്റ്റത്തിൽ നിന്നും ബിൽഡ് ചെയ്തു വരുന്നതാണ് ക്യാരക്ടർ. അതാണ് ശരിക്കും അതിന്റെ തുടക്കത്തിൽ വരുന്നത്. പിന്നെ പ്രൊആക്ടിവിറ്റിയെ കുറിച്ച് പറയുന്നു, സോഷ്യൽ മിററിങ്ങിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം പിന്നീട് ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് എന്നാണ് രണ്ടാമത്തെ സബ്ജക്റ്റ്. സാറേ എത്ര മണി വരെയാ നമുക്ക് പോകാൻ പറ്റുന്ന? 8 മണി വരെയാ? 8 മണി. 8 മണി വരെ. അപ്പോ ഒന്നുകൂടി പറയുകയാണെങ്കിൽ 3 levels of maturity continuum. First level is dependency, first level dependent, second level independent, third level is interdependency. ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നതാണ് ശരിക്കും ഈ ഡിപ്പെൻഡൻസിയിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആവാനുള്ള പ്രാഥമികമായ പാഠങ്ങളാണ് 3 ഹാബിറ്റുകൾ. അതിനുശേഷം ഒരു പബ്ലിക് വിക്ടറിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു സമൂഹത്തിനെ, അതായത് നമ്മൾ ഈ ടീച്ചിങ് മെത്തേഡ് മറ്റുള്ളവരുമായിട്ട്, അതായത് പേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പേഴ്സണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്റർപേഴ്സണൽ രണ്ടാമതേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ പേഴ്സണാലിറ്റി അല്ല, നമ്മുടെ ക്യാരക്ടറാണ് ബിൽഡ് ചെയ്യേണ്ടത്. നല്ലൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത്, അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിൽ ആകമാനം വലിയ മാറ്റം വന്നു. കാരണം അതിനു മുമ്പ് വരെ ക്യാരക്ടറിനായിരുന്നു പ്രാധാന്യമെങ്കിൽ അതിനുശേഷം ക്വിക്ക് ഫിക്സ് അപ്രോച്ച്, കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്, വാട്ട് എവർ ദ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ഇറ്റ് ക്യാൻ അച്ചീവ്, ഇങ്ങനെ തുടങ്ങിയ പ്രബോധനപരമായ മുദ്രാവാക്യങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രചോദിതരായി നമ്മുടെ പേഴ്സണാലിറ്റിയെ ഇങ്ങനെ, അതായത് പലപ്പോഴും നമുക്കറിയാം രാഷ്ട്രീയക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേഴ്സണാലിറ്റി ഉണ്ടാവും, അവർ മിന്നുന്ന പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ടാവും. പക്ഷെ അവരുടെ ക്യാരക്ടറിൽ വരുന്ന ഒരു ഫോൾട്ട്, ആ ഫോൾട്ടിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ അമേരിക്കൻ പ്രസിഡന്റ് വരെ പെടുന്നുണ്ട്. ക്യാരക്ടർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ അവർ ലൈഫ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഹൂ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ? ദാറ്റ്സ് എ സെൽഫ് കൺട്രോൾ മാൻ. ഏറ്റവും കൂടുതൽ മനോനിയന്ത്രണം സാധിച്ചവർക്ക് മാത്രമാണ്. ഈ മനോനിയന്ത്രണം എന്ന് പറയുന്നതാണ് ശരിക്കും ക്യാരക്ടർ ബിൽഡിങ്ങിന്. ഈ ഹാബിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ശീലങ്ങളുടെ ആകെ തുകയാണ് നമ്മളുടെ സ്വഭാവം. നമ്മളുടെ സ്വഭാവത്തിൻ്റെ, അതായത് ലോങ് ടൈം റിലേഷൻഷിപ്പിൽ നമ്മൾ ജനങ്ങളുമായിട്ട് ദീർഘകാല ബന്ധം സ്ഥാപിക്കുന്നതിൽ, നമ്മൾ ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകുന്ന സമയത്ത് ആരെങ്കിലേക്ക് നമ്മൾ ഓർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ കാണിക്കുന്ന ഗിമ്മിക്സുകൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. നമുക്ക് നല്ല ക്യാരക്ടർ സ്ട്രെങ്ത് വേണം. ക്യാരക്ടർ സ്ട്രെങ്ത് വേണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രിൻസിപ്പിൾ സെന്റേഡ് ആയിരിക്കണം. ഈ പ്രിൻസിപ്പിൾസ്, വാല്യൂസ്, എത്തിക്സ്, ഇതിനെക്കുറിച്ചൊക്കെ മുൻപ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ സ്റ്റീഫൻ കോവെ ഇതെല്ലാം
എഴുതിയതിനു ശേഷം അടുത്ത ബുക്കുകൾ, അതുകൊണ്ട് ഞാൻ പറയുന്നു സ്റ്റീഫൻ കോവിയുടെ 7 ഹാബിറ്റ്സിൽ മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങി നിൽക്കരുത്. അതിന്റെ ഹയർ സ്റ്റഡീസ്, അതായത് LP സ്കൂള്, അതിനുശേഷം പിന്നെ UP അല്ലേ, അത് കഴിഞ്ഞ് ഹൈസ്കൂള്, പിന്നെ കോളേജ്, പിന്നെ സാവിസാറിനെ പോലെ നമുക്ക് ഡോക്ടറേറ്റും എടുക്കാൻ പറ്റും ഈ സബ്ജക്റ്റിൽ. അതിനുവേണ്ടി ഷോൺ കോവയുടെയും പിന്നെ ഫ്രാങ്ക്ലിൻ കോവെ കമ്പനിയുടെയും ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പം നമ്മൾ പറഞ്ഞു ആദ്യത്തെ 3 ഹാബിറ്റുകൾ: പ്രൊആക്ടിവിറ്റി, ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് ആൻഡ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ഈ പ്രൊആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയും നമ്മളുടെ ആ ഒരു സർഗ ചേതന ആക്ടിവിറ്റി, ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് പറഞ്ഞാൽ ഇത് 8 ഹാബിറ്റുമായിട്ട് കോട്ട് ചെയ്താലേ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. അതായത് മോഡലിംഗ്, പാത്ത് ഫൈൻഡിങ്. അദ്ദേഹം ഈ മോഡലിംഗ് ആണ് 8 ഹാബിറ്റിൽ ഫസ്റ്റ് മോഡലിംഗ് ആക്കിയിരിക്കുന്ന പ്രൊആക്ടിവിറ്റി ആണ്. രണ്ടാമത്തതാണ് ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്, അതാണ് പാത്ത് ഫൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവസാനം, അതായത് നമ്മളുടെ ഇതിലെ ഒരു മരണ വീട്ടിലേക്ക് പോകൂ, അതിനുശേഷം അവിടെ നോക്കൂ, നമ്മൾ എന്ത് പറയുന്നു, അങ്ങനെയൊക്കെയാണ് നമുക്ക് മലയാളത്തിൽ കിട്ടുന്നതെങ്കിൽ പോലും 8 ഹാബിറ്റ് വായിച്ച ഒരാൾ വീണ്ടും 7 ഹാബിറ്റ്സ് വായിക്കുമ്പോൾ അതല്ല അതിന്റെ മീനിങ് വരുന്നത്. മറിച്ച് എൻഡ് ഇൻ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എൻഡ് എപ്പോഴും കണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പാത്ത് ഫൈൻഡിങ് ഉണ്ട്, സെൻട്രലൈസേഷൻ ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് സെൻറ്റർ ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് ആ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. മൂന്നാമത്തതാണ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ അത് ശരിക്കും ആ ബുക്കിലൂടെ കടന്നു പോകുമ്പോൾ ക്വാഡ്രന്റ് 2 ഓർഗനൈസേഷൻ പ്രോസസ് 3 ജനറേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത് വരുന്നത്. ഞാൻ ബുക്ക് വായിക്കുന്നതുകൊണ്ടാണ്, നിങ്ങൾ എല്ലാവരും ബുക്ക് വായിച്ചവരാണ്, വായിക്കാൻ പോകുന്നവരാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഈ ഓരോ സബ്ജക്റ്റും ഒരു ദിവസത്തേക്കുള്ളതാണ്, അത്രമാത്രം പവർ ഉണ്ട് ഓരോന്നിനും. ക്വാഡ്രന്റ് 1 അതായത് ഓരോ ജനറേഷനിലും, അതായത് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് പണ്ട് നമുക്കറിയാം, നമ്മുടെയൊക്കെ പഴയ പൂർവികർ, കർഷകർക്ക് മുമ്പുള്ള ജനറേഷൻസ് എല്ലാം അവര് ഗോ വിത്ത് ദ ഫ്ലോ ആയിരുന്നു, ഒഴുക്കിനൊപ്പം നിന്നവരായിരുന്നു. അന്നത്തെ പ്രയോറിറ്റി വ്യത്യാസമുണ്ട്. അതിനുശേഷം കാറ്റഗറൈസേഷൻ നിലവിൽ വന്നതിന് ശേഷം, എംപ്ലോയ്മെന്റ് കാറ്റഗറി ഒക്കെ വന്നതിന് ശേഷം, നമ്മുടെയൊക്കെ തുലനം ചെയ്യലൊക്കെ വന്നതിന് ശേഷമുള്ള ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്. അന്നത്തെ ജനങ്ങൾ വ്യത്യസ്തമാണ് ചിന്തിക്കുന്നത്. അതിനുശേഷം പിന്നീട് മുന്നോട്ട് വരുന്ന സമയത്ത് ലാസ്റ്റ് ജനറേഷൻ, നമ്മുടെ ഇപ്പോഴത്തുള്ള 19 കിട്ടോ, ആ ഒരു യങ് ജനറേഷനായി അവർ വരുന്ന സമയത്ത് അവരുടെ പ്രയോറിറ്റി വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ക്വാഡ്രന്റ് 2 ഓർഗനൈസേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് ഈ പ്രൊആക്ടിവിറ്റി എന്ന് പറയുന്ന മോഷൻ, അതായത് ഒന്നാമത്തെ പാഠം പഠിച്ചാൽ മാത്രമേ രണ്ടാമത്തേലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആ രണ്ടാമത്തെ എങ്ങനെയായിരിക്കണം സെൻട്രലൈസ് വരേണ്ടത്, എങ്ങനെയാണ് തോട്ട് വരേണ്ടത്, ഇതൊക്കെയാണ് രണ്ടാമത്തേൽ വരുന്നത്. മൂന്നാമത്തത് വളരെ ഡീറ്റെയിൽ ആണ്. അപ്പം ഇതിൽ ഒരു പ്രിൻസിപ്പിൾസിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഹാബിറ്റിലേക്കൊക്കെ പോയി തിരിച്ചു വരുമ്പോഴാണ് നമ്മളിങ്ങനെ മനസ്സിലാക്കുക. ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ വിഷൻ, രണ്ടാമത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ ലീഡർഷിപ്പ്, മൂന്നാമത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ വിഷൻ എന്ന് പറഞ്ഞാൽ ഇൻവിഷൻ. നിങ്ങൾ ആര് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് പ്രൊആക്ടിവിറ്റിയിൽ വരുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ ലീഡർഷിപ്പ് എടുക്കണം, അതായത് നിങ്ങൾ ആര് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾ എങ്ങനെയാണ് ലീഡ് ചെയ്യേണ്ടതെന്നും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളുടെയും നിങ്ങളുടെ എല്ലാ ചെയ്തികളുടെയും ഉത്തരവാദിത്വം നിങ്ങളിലാണ്, നിങ്ങളിൽ മാത്രം നിഷിദ്ധമാണ് എന്ന തിരിച്ചറിവിലൂടെ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? വ്യത്യസ്തമായ ഒരു വിഷൻ ഉണ്ടാവും. ദെൻ എന്ത് ചെയ്യണം, അതായത് വിഷൻ ഉണ്ടായാൽ പോരല്ലോ, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഹാബിറ്റ്. ഇതിൽ തന്നെ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റിലെ മോഡലിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് സെൽഫ് അവെയർനെസ്, ഇമാജിനേഷൻസ്, ഇൻഡിപെൻഡന്റ് വിൽ ആൻഡ് കോൺഷ്യസ്നെസ്. ഈ കോൺഷ്യസ്നെസ് ആണ് പ്രിൻസിപ്പിൾ. അതായത് 8 ഹാബിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം, ഫൈൻഡ് യുവർ വോയിസ് ആൻഡ് ഇൻസ്പയർ ടു അതേഴ്സ് ടു ഫൈൻഡ് ദിയർ വോയിസസ് എന്ന് പറയും. നിങ്ങളുടെ ഉള്ളിലുള്ള ശബ്ദം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ, ഒരിക്കൽ കണ്ടെത്തി കഴിഞ്ഞാൽ, ആ അഗ്നി, ആ ആന്തരിക അഗ്നിയെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ ജ്വലിപ്പിച്ച് ഏതു സമയത്തും ഒരു ശക്തിക്കും നിങ്ങളെ തകർത്താനാവാത്തവണ്ണം അത്യപൂർവമായ ഒരു വ്യക്തിവിശേഷം നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന മാറ്റം, ആ മാറ്റം എങ്ങോട്ടാണ് ചാനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ ഒരു വിഷനിലേക്ക് വരുന്നത്. 3 എങ്ങനെ. അപ്പം ഒന്ന് പറയാം, ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുക, രണ്ടാമത്തത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക, മൂന്നാമത്തത് എന്ത് ചെയ്യണം
അതായത് ഒന്ന് ലാസ്റ്റത്തെ ആക്ഷൻ ആണ്. ഫസ്റ്റ് വരുന്നത് മനസ്സിലാക്കുക, രണ്ടാമത് എന്ന് പറയുന്നത് തിരിച്ചറിയുക പാത്ത് ഫൈൻഡിങ്, അതായത് മോഡലിംഗ്, പാത്ത് ഫൈൻഡിങ്, അലൈൻമെന്റ്, എംപവറിംഗ്. മോഡലിംഗ് ആണ് പ്രോ ആക്ടിവിറ്റിയിലും വരുന്നതെങ്കിൽ പാത്ത് ഫൈൻഡിങ് ആണ്, അതായത് 8 ഹാബിറ്റ് ആണ്. 8 ഹാബിറ്റിലെ പാത്ത് ഫൈൻഡിങ് ആണ് ഏതിൽ വരുന്നത്? രണ്ടാമത്തെ ഹാബിറ്റ്. അപ്പൊ 8 ഹാബിറ്റ് വായിച്ചിട്ട് വേണ്ട ഇങ്ങോട്ട് വരാൻ വേണ്ടി. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. അതായത് ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരിക്കൽ വായിച്ചു വെച്ച് നിങ്ങളുടെ അലമാരയിൽ മടക്കി വെക്കേണ്ടുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെയും നിങ്ങളുടെ കുടുംബത്തിലെയും നിങ്ങളുടെ സമൂഹത്തിലെയും സമഗ്രമായ വികസനത്തിന് പ്രേരകമാകുന്ന അത്യപൂർവമായ ഒരു നിധിയാണ് നമ്മളുടെ കയ്യിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ എത്ര പേരുണ്ട് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ 7 ഹാബിറ്റ്സ് വായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം വെറുതെ വായിക്കുക, ആദ്യം മുതൽ അവസാനം വരെ എന്താണെന്ന് അറിയാൻ വേണ്ടി വായിക്കുക. അതിനുശേഷം ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് എടുത്ത് അത് വായിച്ച് ഒരിക്കൽ കൂടി മടക്കി വെക്കുക. അതിനുശേഷം ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എടുത്തിട്ട് ഇതേ രീതിയിൽ വായിക്കുക. ഇതേപോലെ 8 ഹാബിറ്റും വായിക്കുക. അതിനുശേഷം വീണ്ടും 7 ഹാബിറ്റ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. ഇതിൽ തന്നെ സ്റ്റീഫൻ കോവെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇത് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ചാപ്റ്റർ എടുത്ത് വായിക്കുമ്പോഴും അതിന് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞ് മറ്റൊരാളെ, നിങ്ങളുടെ സുഹൃത്തിനെയോ മറ്റൊരാളെയോ ഇല്ലെങ്കിൽ കണ്ണാടിക്ക് മുമ്പിൽ പോയെങ്കിലും അവരോട് പറയത്തക്ക രീതിയിൽ, അപ്പൊ നമ്മൾ ആരിൽ നിന്ന് മാറി, സാധാരണ ഒരാളിൽ നിന്ന് മാറി ടീച്ചറുടെ ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറിയിട്ട് ഓരോന്നും ടീച്ചറായി നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അതാണ് ലേൺ ടീച്ച് ഡു. ലേൺ ടീച്ച് ഡു. സാധാരണ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ലേൺ ഡു ടീച്ച് അല്ല, ലേൺ ടീച്ച് ഡു. കാരണം നമുക്കിത് പ്രാവർത്തികമാക്കണമെങ്കിൽ, അതുകൊണ്ടാണ് ദിസ് ഈസ് നോട്ട് എ ക്വിക്ക് ഫിക്സ് പ്രോഗ്രാം, ദിസ് ഈസ് നോട്ട് എ പ്രോഗ്രാം വിത്ത് എ മന്ത്, ദിസ് ഈസ് എ പ്രോസസ്, പേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോ ഇതിന്റെ ഡീറ്റെയിലേക്ക് സമയമായോ സാറേ? കേൾക്കുന്നില്ല സാർ പറഞ്ഞ, ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുമല്ലേ? ഇതില് കൺഫ്യൂഷൻ ഉണ്ടാവും. സാർ കേൾക്കുന്നില്ലല്ലോ? 7:45. അപ്പൊ ഞാന് നിങ്ങളിതെല്ലാം വായിക്കുമെന്ന് അറിയാം. 3നെ കുറിച്ച് പറഞ്ഞു. ഞാൻ ടോട്ടലി ഹെലികോപ്റ്ററിലാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒന്നാമത്തെ വരുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ വിഷൻ, രണ്ടാമത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ ലീഡർഷിപ്പ്, മൂന്നാമത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്, നാലാമത്തതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എംപതിക് കമ്മ്യൂണിക്കേഷൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് സിനർജി. പാത്ത് ഫൈൻഡിങ് കഴിഞ്ഞു, അലൈൻമെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ചെസ് കളിക്കാരനെ പോലെ അവരനെ മനസ്സിലാക്കാൻ വേണ്ടി, അത് നമ്മൾ ആദ്യം പഠിച്ചാലേ മനസ്സിലാവൂ കേട്ടോ. നമ്മൾ എന്താണെന്ന് മനസ്സിലായാലേ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാവുള്ളൂ. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മനസ്സിലാവാൻ ശ്രമിക്കുന്നതിന് പകരം, അതായത് എന്നെ മനസ്സിലാക്കൂ, ഞാൻ പറയട്ടെ. അപ്പൊ എംപതിക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലാവും. അതൊരു സ്റ്റിച്ചിങ് മെത്തേഡാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വേർഡ് അനലൈസേഷൻ ടാറ്റിക്സ് ഉണ്ട്, ഒരുപാട് ടെക്നിക്സുകൾ അതിലുണ്ട്. ഇതിലൂടെ എല്ലാം കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് എംപതിക് കമ്മ്യൂണിക്കേഷൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് സിനർജി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സിനർജി എന്താണെന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും ചേരുമ്പോൾ ഒന്നും ചേരുമ്പോൾ രണ്ടല്ല, മറ്റൊരു പവറായി മാറുകയാണ്. നമ്മളുടെ രണ്ടുപേരുടെയും ചിന്താഗതികളെ ഒരുമിക്കുമ്പോൾ മൂന്നാമതൊരു ചിന്താഗതിയായി മാറുന്നതിനെയാണ് സിനർജി എന്ന് പറയുന്നത്. അതിന് വിൻ വിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് സ്റ്റീഫൻ കോവി അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം മറ്റുള്ള പുസ്തകങ്ങളിലൂടെ ഇത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനർജി എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് എംപതിക് കമ്മ്യൂണിക്കേഷൻ. ലാസ്റ്റ് ഷാർപ്പൻ ദി ഷോ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ ഓവർവ്യൂ ആണ്. ഓക്കെ, ഇതില് ആ ഒരു സബ്ജക്റ്റ്, ആ 3 ഇത് നമുക്ക് അടുത്ത ബുധനാഴ്ചത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ്. അതായത് ജനങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നത്, അതായത് എനിക്ക് നന്നാവണ്ട, മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് ഒക്കെ നന്നാ മതി, അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ബാക്കിയുള്ള 3 ശീലങ്ങൾ എടുക്കാൻ സാധിക്കും. അതായത് അലൈൻമെന്റ് ആൻഡ് എംപവറിംഗ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അലൈൻ ചെയ്യുന്നു. ഇതിൽ തന്നെ ഡീറ്റെയിൽ ഉണ്ട്.
കേൾക്കാമോ? സാറേ ഒരു സെക്കൻഡ്. ഓക്കെ. കാണാമല്ലോ, കുഴപ്പമില്ല, സംസാരിക്കാൻ, കേൾക്കാം, കാണാമല്ല. നെറ്റ് ബ്രേക്ക് ഉണ്ട് അല്ലേ? ഫോണിൽ സെഷൻ ഓക്കെ. ഓക്കെ, ഫിനിഷ് കംപ്ലീറ്റ് ചെയ്യാമല്ലോ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ സാറേ? ആ എന്നാ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്ത്. സാറേ. ഇത് അതിലായിട്ട് ഒരുപാട് സബ്ജക്റ്റ് ആണ്. അത് മതി, ഇത് നമ്മൾ ഇനിയിപ്പം ബുക്ക് റിവ്യൂ അല്ലേ, അപ്പം നമ്മൾ ആ ബുക്കിനെ ഓക്കെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ കൊടുത്താൽ മതി. നിങ്ങൾക്ക് വായിക്കാനുള്ള ഒരു പ്രേരകത്തെ കൈമാറുക എന്നുള്ളത് മാത്രമാണ്. അതെ അതെ. സോ താങ്ക് യു സുജിത്ത്, വളരെ മനോഹരമായ ഒരു സെഷൻ, ഭയങ്കര ലൈവ്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഈ ബുക്കിലുടനീളം അല്ലേ, അത് നമുക്കറിയാം 7 ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതാണ്. അതിൽ ആദ്യത്തെ 3 ഹാബിറ്റ്സുകളെ കുറിച്ചാണ് ഒരു ഐഡിയ കിട്ടിയത്. ഒന്ന് പ്രൊആക്റ്റീവ് ആയിരിക്കുക, ബി പ്രൊആക്റ്റീവ്. നമ്മുടെ മുമ്പിലുണ്ടാകുന്ന സാഹചര്യങ്ങളെ, സംഭവങ്ങളെ നിയന്ത്രിക്കാനുള്ള നമ്മളൊരു കഴിവായിട്ട് നമുക്കതിനെ കാണാം. രണ്ടാമത്തേത് അവസാനം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആരംഭിക്കാനുള്ള പവർ, ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. ആൻഡ് മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, അവർ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ശേഷം 4 കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം ഈ സെഷൻസിലെല്ലാം വളരെ ക്രിയാത്മകമായ തലത്തിലുള്ള ഇൻസൈറ്റുകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഒരു ബുക്ക് റിവ്യൂ വേണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബുക്ക് കേൾക്കണം അല്ലെങ്കിൽ വായിക്കണം എന്ന് പറയുമ്പോൾ, ഏത് ബുക്കാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബുക്കായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സുജിത് സാറിൻ്റെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. ഇനി നമുക്ക് ബുക്ക് വായിച്ച ഒരാളുടെ ഒരു അഭിപ്രായം ആദ്യം ചോദിക്കാം, അതിനുശേഷം നമുക്ക് അടുത്തിലേക്ക് പോകാം. അമർജ്യോതിമ ഒന്ന് പറയും. അഡ്മ്യൂട്ട് ചെയ്യണേ. താങ്ക് യു സാബു സാർ, താങ്ക് യു സുജിത് സാർ. സാറ് ഈ ബുക്ക് ഞാൻ പെട്ടെന്ന് വെറുതെ നോക്കിയ സാധനം, ബുക്ക് റിവ്യൂ ഞാൻ തിരക്കിലായിരിക്കും അധികം. ഇന്ന് ഞാൻ നോക്കിയപ്പം ഈ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താണ്, എന്നെ അത്രയും സ്വാധീനിച്ച ഒരു ബുക്കാണ്. ഗംഭീര ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ബുക്ക് ഇതുവരെ വായിച്ചിട്ടില്ല. ആ ബുക്കിൽ സാറ് പറഞ്ഞ ഫസ്റ്റില് കുറച്ച് പോയിന്റ്സ് ഞാൻ ഓർമ്മയുള്ളത് പറയാം. അതായത് 30 days ടു ടെസ്റ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് പ്രോ ആക്ടിവിറ്റി. നമുക്ക് തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യാം, നമ്മൾ എത്രമാത്രം ആ ലെവലിലേക്ക് എത്തി എന്നുള്ളത്. അതായത് ബി എ ലൈറ്റ്, നോട്ട് എ ജഡ്ജ്, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, ബി എ മോഡൽ, നോട്ട് എ ക്രിറ്റിക്. തേർഡ് പോയിന്റ്, ബി എ പാർട്ട് ഓഫ് സൊല്യൂഷൻ, നോട്ട് എ പാർട്ട് ഓഫ് പ്രോബ്ലം. പിന്നെ നാലാമത്തത്, ഡോണ്ട് ആർഗ്യൂ ഫോർ അതർ പീപ്പിൾസ് വീക്ക്നെസ്, ഡോണ്ട് ആർഗ്യൂ ഫോർ യുവർ ഓൺ. When you make a mistake, admit it and correct it. Don't get into blaming or accusing mood. Work on things you have control over. Next, look at others' weakness with compassion, not accusation. If you start to think problem is out there, stop yourself. That thought is the problem. ഇതാണ് പ്രോ ആക്റ്റീവിനെ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഒന്ന് സ്വന്തം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നമ്മളെ ജീവിതത്തിൽ വലിയൊരു ഉപകാരം ഉണ്ടാവും. അതായത് പിന്നെ ബാക്കി സാറ് പറഞ്ഞൊക്കെ നല്ല, അതായത് ജീവിതത്തിൽ നമ്മൾ അരച്ച് കലക്കി കുടിക്കേണ്ട ഒരു ബുക്കാണ്. അത്രയും ഗംഭീരം, വാക്കുകളില്ല പറയാൻ. ബിഗിൻ വിത്ത് എൻഡ്. ഇതൊക്കെ ശരിക്ക് പുതിയ തലമുറ ഒന്ന് വായിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ മാം, താങ്ക് യു. ഇനിയിപ്പോൾ നമുക്ക് വിചാരബിന്ദു സാർ ഉണ്ടോ, കേൾക്കാമോ? അല്ലെങ്കിൽ റോയ് സാർ? വിചാരബിന്ദു സാർ പറയും. Sujit, I am very much happy to hear you, and you have been excellent in describing Stephen Hawkins. Stephen Hawkins has described all the parts, all the points of human life in such a way that everything can be made practicable, whereby if you are intended to that. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക്
ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വീക്ഷണഗതിയിൽ നിന്നാണ് സ്റ്റീഫൻ ഹോക്കിൻസ് ആ മുഴുവൻ പ്രസ്താവനകളും നടത്തിയിട്ടുള്ളത്. സുജിത്ത് അത് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. അതിനകത്ത് സുജിത്തിന് ഞാൻ ഒരു പൂച്ചണ്ട നൽകും, ദയവായി സ്വീകരിച്ചാൽ. ഇനി പറയാനുള്ളത്, മനുഷ്യ ജീവിതത്തിന്റെ പ്രായോഗികത എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിൻസ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് അവനവന് തോന്നേണ്ട കാര്യമാണ്. Notwithstanding any of the circumstances that you are in, if you are able to think about the correct principles of life whereby you will not injure, you will not cause any kind of injury to anybody else, thereby you start living in the most fruitful way. സ്റ്റീഫൻ ഹോക്കിൻസ് കൃത്യമായിട്ട് പറഞ്ഞതും അത് തന്നെയാണ്. കാരണം നമ്മുടെ പ്രോകാസ്റ്റിനേഷൻ, പ്രീ തിങ്കിങ്, പ്രോ തിങ്കിങ്, എല്ലാത്തിലും നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ ഘടകം നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം വേറൊരാളിന് ബുദ്ധിമുട്ടുണ്ടാകാതെ ജീവിക്കാനുള്ള പ്രവർത്തന പരിചയം നമ്മൾ ഉണ്ടാക്കണം. You shall not inflict anything in a way whereby the second person shall be injured. That is the most important point of human life. See, when a bird works its food, it is only concerned about its food. When a human being is to take food, he is very much concerned whether by the nearby person also is getting that chance to get that. അങ്ങനല്ലാത്ത മനുഷ്യൻ ഒരു മനുഷ്യനെ അല്ല എന്ന് സ്റ്റീഫൻ ഹോക്കിൻസ് കൃത്യമായി പലയിടത്തും വ്യംഗ്യരൂപേണ പറയുന്നുണ്ട്. ആംഗലേയ ഭാഷയിൽ പറയുമ്പോൾ അത് അതിന്റെ കൃതകൃത്യതയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അവിടെയെല്ലാം സ്റ്റീഫൻ ഹോക്കിൻസ് പറയുന്നത് മനുഷ്യ നന്മയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. അത് സുജിത്ത് വളരെ കൃത്യമായി ഇവിടെ പറയുകയും ചെയ്തു. പക്ഷെ എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് വീണ്ടും ഒരു ചുവന്ന ചോദ്യചിഹ്നമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് വിവേചന ശക്തി ഉണ്ട് എന്നുള്ളതാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്ത് ചെയ്യണ്ട എന്നുള്ളതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ ചുരുക്കം ചില കാര്യങ്ങളേ ഉള്ളൂ. ആ ചുരുക്കം ചില കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം സഫലമാക്കാൻ ശ്രമിച്ചാൽ you are really a victorious person. അവിടെയാണ് ജീവിതത്തിന്റെ സാഫല്യം കൃത്യമായി വരുന്നത്. സുജിത്, നല്ല കാര്യങ്ങൾ പറഞ്ഞതിനും നല്ല സ്വീകാര്യമായ പ്രത്യേകതകൾ പറഞ്ഞതിനും വളരെയധികം നന്ദി. നമസ്കാരം. സോ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. ഇനി ആരാണ് സംസാരിക്കുന്നത്? റോയ് സാർ ഉണ്ടോ? ജോർജ് സാർ? ഞാൻ പറയാം. ഓക്കെ, ജോർജ് സാർ പറയും. സുജിത്തിനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. കുറച്ചുകൂടി കുറെ കൂടി ഈ വിഷയത്തിൽ സുജിത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ പറയട്ടെ. ഈ സ്റ്റീഫൻ ആർ കോവയുടെ ഈ പുസ്തകം ഒരുപാട് മനുഷ്യർ വായിച്ചിട്ടുണ്ട്. പുസ്തകത്തിന് വലിയ പ്രചാരം കിട്ടിയിട്ടുണ്ട്. മലയാളികളുടെ ഇടയിൽ തന്നെ ധാരാളം പേര് ഇത് വായിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരുപാട് ട്രെയിനേഴ്സ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്
എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ തന്നെ ഈ വിഷയം പല നിരവധി വേദികളിൽ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്ന ഈ സുജിത്ത് ഈ പുസ്തകത്തെ ജീവന്റെ ഭാഗമാക്കി അല്ലെങ്കിൽ അരച്ച് കലക്കി കുടിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ ആ രീതിയിൽ ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട് എന്നെനിക്ക് ആദ്യകാലം മുതൽ തന്നെ തോന്നിയിട്ടുണ്ട്. അത് ഇന്നും അത് വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഈ ആദ്യത്തെ 3 ഹാബിറ്റ്സ് പോലെ തന്നെ അതിനേക്കാൾ ഗംഭീരമായ 4 ഹാബിറ്റ്സ് പിന്നീട് അദ്ദേഹം ഇത് 8 ഹാബിറ്റായിട്ട് മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ അതിനോടൊരു വായിച്ചിട്ടുള്ളവർക്ക് ഒരിക്കൽ കൂടി അതൊന്ന് ഓർത്തെടുക്കാനും വായിച്ചിട്ടില്ലാത്തവർക്ക് വായിക്കാനായിട്ടുള്ള വലിയ പ്രചോദനമായും സുജിത്തിന്റെ അവതരണം തീർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. എല്ലാ ഭാവുകങ്ങളും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. കൂടുതൽ വിജയപ്രദമായി നാട്ടുകാരുടെ ജീവിതത്തിനും സ്വന്തം ജീവിതത്തിനും തൻ്റെ ഈ പഠനം ഉപകാരപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. കേൾക്കുന്നില്ലല്ലോ സാബു സാറിനെ. മ്യൂട്ടാണോ നോക്കി. സാർ മ്യൂട്ടാണ്. Sabu sir. ജോർജ് സാർ പറയൂ. താങ്ക് യു സർ. സുജിത് സർ, കൺഗ്രാജുലേഷൻ സർ. ഏറെ നാളത്തെ ഈ സുഷുപ്തി ജീവിതം ഇത്ര ശക്തി ആർജിക്കാനായിരുന്നു എന്ന് ഇപ്പം ബോധ്യപ്പെട്ടു. ഒരുപക്ഷെ സ്റ്റീഫൻ കോവെ വന്നിട്ട് പറഞ്ഞാൽ പോലും ഇത്രയും നമുക്ക് രസിക്കുമായിരുന്നോ എന്നൊരു സംശയം. അത്ര നല്ല പ്രസന്റേഷൻ ആയിരുന്നു. വളരെ സന്തോഷം തോന്നി. വീണ്ടും ആ ബുക്ക് ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഇപ്പം മനസ്സിൽ ഒന്നുകൂടെ കൂടി. കാര്യം ഇങ്ങനെ പലപ്പോഴും പലരും ഇങ്ങനെ ഓർമ്മപ്പെടുത്താറുണ്ടെങ്കിലും അതിൻ്റെ ആ രീതിക്ക് മാറ്റമുണ്ടല്ലോ. ഇത് തോളെ പിടിച്ച് കുലുക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴൊക്കെ തോന്നുന്ന ചില മെസ്സേജസ് ഉണ്ടായിരുന്നു. എന്തായാലും സന്തോഷം സാറേ, ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ബാക്കി കേൾക്കാൻ കാത്തിരിക്കുന്നു. ഓക്കെ, ഇനി ആരാണ്? രമാവതി മാം പറയും. സാറേ, സാബു സാർ, സുജിത് സാർ, ക്ലാസ്സിൽ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് സാറേ. അത് മനസ്സിലാവുന്നുണ്ട്, പ്രശ്നമില്ല. എന്നാലും കുറച്ച് സാറ് ലെക്ചർ ചെയ്യുന്ന പോലെ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ എടുക്കുന്ന പോലെ ഇങ്ങനെ പോയി. കുഴപ്പമില്ല. എല്ലാം എന്താ പറയേണ്ടത് സാറ് പറഞ്ഞില്ല, ശരീരം, ഹൃദയം, മനസ്സ്, ചേതന. അവിടെ എത്തുമ്പോഴാണ് നമുക്ക് എല്ലാം പൂർണ്ണത വരുന്നത്. പിന്നെ എപ്പോഴും ചെയ്യുന്നത് ഹാബിറ്റ് ആവുന്നുള്ളത് അത് ഒരു വാസ്തവമാണ് കേട്ടോ സാറേ. അത് ചെറിയ രീതിയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു, ഞാൻ ഇവിടുന്ന് നീലേശ്വര കാഞ്ഞങ്ങാട് മറ്റും പോകുമ്പോ ഞാൻ കുമാരേട്ടനോട് പറയും, ഞാൻ അവിടെ പോയിട്ട് ആ ജ്യൂസ് കടയിൽ നിന്ന് കരിമ്പ് ജ്യൂസ് കഴിച്ചിട്ടേ വരുള്ളൂ സ്വാമീൻ്റെ അടുത്ത് നിന്ന്. അപ്പൊ കാഞ്ഞങ്ങാട് എനിക്ക് ബസ് ഇറങ്ങിയിട്ട് ആകുമ്പോ തന്നെ ആ ഒരു ഓർമ്മ വരും. അത് വളരെ കറക്റ്റാണ് സാറേ. നമ്മളെ ലൈഫില് അതിങ്ങനെ നമ്മളെ പോയിന്റ് ഔട്ട് നോക്കിയാല് ആ ഒരു ശീലം ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ ഇന്നലെ ഞാൻ കഴിക്കാതെ വന്നു, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ അത് കുട്ടികളിലും ഉണ്ട് സാറേ. കുട്ടികളിൽ ഇപ്പം ഇതന്നെ ഈ ഇങ്ങനെയുള്ള എന്താ ഫുഡ് കഴിക്കുന്ന കുട്ടികൾ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ പൈസ ഉള്ളതുകൊണ്ട് അവർ ശീലാക്കുന്ന കുട്ടികൾ ഉണ്ട്. ഞാൻ ഇന്നും കൂടി കണ്ടിരുന്ന അങ്ങനെയുള്ള കുട്ടികളെ. പിന്നെ നിങ്ങളാരെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഏതോ പടത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ ആരെയെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാല് നമ്മൾ ഇതാവുള്ളത് നല്ല രീതിയിൽ.
അതുകൊണ്ട് മാത്രമേ നമ്മുടെ പോരായ്മകളും എല്ലാം നോക്കിയിട്ട് നമ്മൾക്ക് നമ്മളെ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സാറ് പറഞ്ഞ വളരെ നല്ലൊരു പോയിന്റാണ്. അതുപോലെ തന്നെ പിന്നെ അതായത് ഞാനും നിങ്ങളും അല്ലെ, അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞില്ലേ സാറേ? ഞാനും നിങ്ങളും മറ്റൊരു അതായത് ഞാനും നിങ്ങളും മറ്റൊരു എന്താ സാറേ പറഞ്ഞത്? അത് അതായത് സിനർജി എന്ന് പറയുന്നത് രണ്ട് എനർജികൾ കൂടുമ്പോൾ ഒരു സിനർജി ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു ഭാര്യയും ഭർത്താവും ചേരുമ്പോൾ കുട്ടി ഉണ്ടാവുന്നു. അവര് അതിനേക്കാൾ പവർ ആയിരിക്കുന്നു. ഏതായാലും നല്ല എന്താ സാറിനെ കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ ഇന്ന് നീലേശ്വരം പറ്റി ഓടി വന്നതായിരുന്നു സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, ഇനി ആരാണ്? ഹരി, യെസ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റി. എനിക്ക് തോന്നുന്നത് ലീഡർഷിപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളായിരുന്നു തോന്നുന്നു. പേഴ്സണൽ ലീഡിങ്ങും താങ്ക് യു സാർ. സാർ, നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിലീഫ്സ് അല്ലേ? സാറേ, ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ശീലങ്ങളുടെ ആകെ തുകയാണ് സ്വഭാവമായി മാറുന്നത്. ഒരു ദേഷ്യക്കാരനായി മാറുന്ന ഒരു സുപ്രഭാതത്തിലല്ല, ദേഷ്യപ്പെട്ട് പല സ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്താണ് ഒരു ദേഷ്യക്കാരനായി മാറുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ, ജനിക്കുമ്പോൾ. പിന്നീട് ശീലിച്ചിട്ടാണ്. ഓക്കെ, ഇനി ആരാണ് വരുന്നത്? ജോർജ്, റോമൻ ടീച്ചർ. കാര്യം കൂടി പറയട്ടെ. റോമൻ ടീച്ചർ, താങ്ക് യു സർ. സാറ് പറഞ്ഞു പ്രജ്യോതി മാം പറയുന്നുണ്ടോ? ഒരു കാര്യം പറയട്ടെ. അതായത് സാറ് പറഞ്ഞല്ലോ, ഗോളും പർപ്പസും ഒരേ ഡിറക്ഷനിൽ അല്ലെങ്കിൽ ഉണ്ടാവുന്ന ദൂഷ്യം. അതായത് ഇപ്പൊ ഈ അടുത്തൊരു രാഷ്ട്രീയ നേതാവിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, ഡൗൺഫോൾ. അത് കറക്റ്റ്. അതായത് ഒരു രാഷ്ട്രീയക്കാരൻ ഒരു നല്ല മനുഷ്യനായിരിക്കണം, അല്ലെങ്കിൽ അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെങ്കിൽ അയാളെ വേറൊരു സ്വഭാവം ഭയങ്കര മോശമായി, മോറൽ സൈഡ്. അപ്പൊ ശരിക്കും അയാളെ ജീവിതത്തിൽ എല്ലാം തകർന്നു, അല്ലെങ്കിൽ എത്രയോ ഭാവിയുള്ള ഒരാളായിരുന്നു. ശരിക്കും മനുഷ്യന്മാർ ഏറ്റവും ശ്രദ്ധിക്കുക. അതായത് നമ്മള് ഒരു നല്ല ലീഡർ ആവുന്നതോടൊപ്പം തന്നെ നല്ലൊരു മനുഷ്യനും കൂടി ആവണം. ആ ഒരു പ്രിൻസിപ്പിൾ വളരെ നല്ലതാണ്. കറക്റ്റ് സർ. താങ്ക് യു സർ. താങ്ക് യു മാം. സുജിത് സാറിന് ഒരുപാട് കാലം കൂടിയാണ് സാർ, ഒരു മിനിറ്റ്, ഓമന ടീച്ചർ ഒന്ന് പറയട്ടെ. ഓമന ടീച്ചർ പറയും. സുജിത് സാറിനെ ഒത്തിരി കാലമായി കണ്ടിട്ട്, പൂർവാധികം ശക്തി പ്രാപിച്ചാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. ഒത്തിരി കാലമായി കണ്ടിട്ട്. അപ്പം ഇറ്റ് ടേക്സ് 3 days ടു മേക്ക് എ ഹാബിറ്റ് ആൻഡ് 3 days ടു ബ്രേക്ക് എ ഹാബിറ്റ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഒത്തിരി ചിന്തിക്കാനുള്ളതുണ്ട്. അപ്പോൾ അമർജ്യോതി മാം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. പിന്നെ സ്റ്റീഫൻ ആർക്കോവേനെ ഒരു സ്ഥലത്തേക്ക് ഒരു ആന്റർപ്രണർ അല്ല, ഒരു മാനേജർ അത് നന്നായി പോകാത്തതുകൊണ്ട് അത് കഴിഞ്ഞ് നേരെ മൂന്നാറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരത്തില്ല ഷാബു. പിന്നെ അങ്ങനെ വഴി തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരത്തില്ലെന്ന്. അത്ര ഭംഗിയാണ് സാറ് മ്യൂട്ടർ. അപ്പോൾ താങ്ക് യു സർ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അങ്ങേര് അവിടെ ഒരുപാട് ശ്രമിച്ചു നോക്കി, ആ സ്ഥാപനം നന്നാവുന്നില്ല. അപ്പൊ അങ്ങേർക്ക് ഒത്തിരി അന്വേഷിച്ച് നോക്കിയപ്പോൾ അവസാനം മടുത്തു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെ വിളിച്ച് ഒറ്റയ്ക്കൊന്ന് ചെറുതായിട്ട് സംസാരിച്ചു. വർക്കേഴ്സിന് ഒരു 100% വർക്കബിലിറ്റി വരുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് മാനേജർക്ക് ആ ഓഫീസിലുള്ള അവരുടെ കൂട്ടത്തിലുള്ള ഒരു ലേഡിയായിട്ട് പിന്നെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനാണ് ഇവരെല്ലാവരും ഇങ്ങനെ ഒരു ഇൻഡിഫറൻ്റ് ആയി പോകുന്നതും അവർക്ക് മൈൻഡ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തതും. അപ്പൊ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ മാനേജറെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ട് ഈ കാര്യം വൈഫിനോട് ചെന്ന് പറഞ്ഞ് വൈഫിന്റെ ഒരു മാപ്പ് വാങ്ങി തിരിച്ചു വരൂ, അപ്പോഴീ സ്ഥാപനം നന്നാവും എന്ന് പറഞ്ഞു. എനിക്കതിൽ ഏറ്റവും സ്ട്രൈക്കായിട്ട് തോന്നിയത്, സ്ഥാപനം നന്നാവണമെങ്കിൽ
വൈഫിന്റെയും കൂടെ സപ്പോർട്ട് വേണം എന്നുള്ളതാണ് അവിടെ മനസ്സിലായത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥ ഞാൻ അമൃതജ്യോതി മാം രാഷ്ട്രീയക്കാരന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. അങ്ങനെ പറയാവുന്ന ഒരു ആർജവം അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ആ സ്ഥാപനം നന്നാകാനുള്ള മണി കിട്ടാൻ കൂടുതൽ ഉണ്ടാക്കുന്ന കാര്യം മാത്രമല്ല, ഫിനാൻഷ്യൽ അല്ല അങ്ങേര് ചിന്തിച്ചത്. അപ്പം നമ്മുടെ മോറൽ സൈഡ് എപ്പോഴും പ്രധാനമാണ്. മോറൽ സൈഡ് പ്രധാനമാണ് എന്നുള്ളത് 100% മേലോട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതും തീരുമാനമാണ്. അപ്പം അങ്ങനെ പറഞ്ഞത് എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പറയാൻ വിചാരിച്ചതല്ല പറഞ്ഞത്, അമൃതജ്യോതി പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു. താങ്ക് യു സർ, സമയം എടുക്കുന്നില്ല. ഓക്കെ മാം. വിജയാനന്ദ സാർ എന്താ പറയുന്നത്? അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഓമൻ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ പറയാനാണ്. വാട്ട് ഈസ് മൊറാലിറ്റി? മൊറാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായി ധരിക്കേണ്ടത് സ്വന്തം മനസാക്ഷിയോട് ചെയ്യുന്ന ചില പ്രത്യേക രീതി വികാരങ്ങളാണ്. അവിടെയാണ് മൊറാലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത്. യു ഷാൽ നോട്ട് in any way envisage yourself to be in a very indifferent matter. നിങ്ങളിൽ നിന്ന് വ്യതിരക്തമായി നിങ്ങളെ വേറൊരിടത്ത് പ്രതിഷ്ഠിക്കാതിരിക്കുകയാണ് മൊറാലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാതെ പരസ്ത്രീ ബന്ധം എന്നുള്ളത് മൊറാലിറ്റിയുടെ ഒരു ഘടനയേ അല്ല. അത് പ്രാകൃതമായി തന്നെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് പോട്ടെ, നമ്മൾ അതെല്ലാം ത്യജിച്ചതിന് ശേഷം സ്വജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും കൃത്യമായി ധരിക്കേണ്ടത് അവരന് ഉപകരിക്കാത്തതെങ്കിൽ സ്വജീവിതം വ്യർത്ഥമീ ജീവിതം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് കൃത്യമായി സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ഏറ്റവും വലിയ പ്രാവർത്തികമായി നമുക്ക് ജീവിതത്തിൽ പ്രയോഗിക്കേണ്ട ഏറ്റവും വലിയ ഘടന ഉണ്ടാകും. കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള ഒരു സാധ്യതയാണ് സർവശക്തൻ നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ സർവശക്തൻ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പരമപോക്രിയായിട്ട് വേണമെങ്കിലും ജീവിക്കാം, പരമസാത്വികനായിട്ട് വേണമെങ്കിലും ജീവിക്കാം, പരമദരിദ്രവാസിയായിട്ടും ജീവിക്കാം, പരമസമ്പന്നനായിട്ടും ജീവിക്കാം, ഒന്നുമില്ലാതെയും ജീവിക്കാം. ഇത്രയും സാധ്യത ഈ പ്രപഞ്ച ഈശ്വരൻ തന്നിട്ടുള്ളപ്പോൾ അതിനകത്ത് കൃത്യമായി സ്വീകരിക്കേണ്ടത് എന്താണ് എന്ന് സ്വീകരിച്ച് ജീവിക്കുമ്പോഴാണ് സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് മനസ്സിലാകുന്നത്. യു ആർ അറ്റ് ലിബർട്ടി ടു ചൂസ് അറ്റ് യുവർ ഓൺ ചോയ്സ്. യു ഷാൽ നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ എനിബഡി എൽസ്. യു ഹാവ് ഗോട്ട് all freedom to choose yourself. If you want to be a bogus person, you can be a bogus person. If you want to be a free person, you can be a free person. If you want to be a person who has got total mental release, there are also enough chances for you to be a mentally relieved person. അത് തന്നെയാണല്ലോ നമ്മൾ പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ആദ്യത്തെ ലോ പറയുന്നത് തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ, മറ്റുള്ളവർ, അവരുടെ പ്രകൃതത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് സ്വന്തമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ കപ്പാസിറ്റീസും നമ്മളിൽ തന്നെ ഉണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. That's the most important point. Never forget that you are a personality whereby നമ്മുടെ കപ്പാസിറ്റി മറന്ന് പ്രവർത്തിക്കാതിരിക്കുക. ഓക്കെ സാർ, റോയ് സാർ ഒന്ന് പറഞ്ഞോട്ടെ. റോയ് സാർ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒറ്റ മിനിറ്റ് റോയ് സാർ. നിങ്ങളിൽ തന്നെ നിങ്ങളെ നന്നാക്കാനുള്ള, നിങ്ങൾക്ക് സ്വസ്ഥ ജീവിതം നയിക്കാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങളിൽ തന്നെ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. നിങ്ങൾ കണ്ടെത്തി ജീവിക്കുക. അതാണ് സർവശക്തൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ സാർ, താങ്ക് യു. അതാണ് സ്റ്റീഫൻ ഹോക്കിൻസും പറയുന്നത്. നന്ദി, നമസ്കാരം.
റോയ് സാർ പറഞ്ഞു. ഈ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന ബുക്ക് പലരും പല ട്രെയിനേഴ്സും ഒക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ 7 ഹാബിറ്റ്സ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ സഹിതമൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ സുജിത് സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ അതിൻ്റെ ആശയങ്ങൾ വീണ്ടും ഭയങ്കരമായിട്ട് വിപുലീകരിച്ചു പോയതുപോലെ എനിക്ക് തോന്നുന്നു. കാരണം അതിലൊന്നും ഒതുങ്ങി നിൽക്കുന്നില്ല എന്നും. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ് ഈ പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബിഹേവിയറിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏൽക്കുക. അതല്ലാതെ ഒരു വിഷയം വരുമ്പോൾ മറ്റുള്ളവരുടെ ബിഹേവിയറിലെ കുറ്റം കണ്ടുകയല്ല വേണ്ടത് എന്നതാണ് ഞാൻ നേരത്തെ ഈ പ്രോ ആക്റ്റീവിൻ്റെ കാര്യത്തിൽ. അതായത് പരീക്ഷയ്ക്ക് പോയ കുട്ടി ടീച്ചറിനെയും സാഹചര്യങ്ങളെയും കുറ്റം പറയും, പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ബിഗിനിങ് വിത്ത് എൻഡ് ഇൻ മൈൻഡ്. ഇപ്പോൾ നിസാരം അടുക്കളയിൽ കറി ഉണ്ടാക്കുന്ന വീട്ടമ്മ അതിൻ്റെ രുചി ഉണ്ടാക്കി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കണമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ ശ്രദ്ധയിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുക, പിന്നെ ലെസ് ഇമ്പോർട്ടൻസ് പിന്നീട് തിരഞ്ഞെടുക്കുക. അപ്പോൾ അർജൻറ്റായിട്ട് വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിനുശേഷം ജോലി ചെയ്യുക എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്. പിന്നെ നാലാമത് പറഞ്ഞത് തിങ്ക് വിൻ വിൻ. അതെ, ആ ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടൊരു അപ്രോച്ച് വേണം എന്നുള്ള കാര്യത്തിലാണ് ടീം വർക്ക്. അതായത് ടീം വർക്ക് ഇമ്പ്രൂവ് ചെയ്യുക, കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റ് ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ മനസ്സിലാക്കി വെച്ചത്. ഏതായാലും വളരെ ആശയഗംഭീരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുവാൻ ഈ ക്ലാസ് വളരെ നിർദ്ദേശിച്ചു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സാർ. നാഫി ഉണ്ടോ? നാഫി കേൾക്കാമോ? നാഫിക്ക് കേൾക്കാമോ? ഇല്ല. ഓക്കെ, ദെൻ കുഞ്ഞായി മാസ്റ്റർ, വിൻസെന്റ് സാർ, ഗോപകുമാർ സാർ. ഗോപകുമാർ സാർ ഉണ്ടല്ലോ. ഗോപകുമാർ സാർ. കുഞ്ഞായി മാസ്റ്റർ കേൾക്കാമോ? പറയും. Sir, thank you. Thank you for inviting me, sir. Sir. സുജിത് സാറിന്റെ നല്ലൊരു സെഷൻ. ഹാബിറ്റ് ജീവിത വിജയത്തിന്റെ ഹാബിറ്റ് ഫോർമേഷൻ, നല്ല ഹാബിറ്റുകൾ എങ്ങനെ സ്വാധീനിക്കും, എന്തെല്ലാം ശീലങ്ങൾ ശീലിക്കണം, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല, പക്ഷേ ഹാബിറ്റ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഹാബിറ്റ്സുകൾ നമ്മുടെ ഫ്യൂച്ചറിനെ മാറ്റിയെടുക്കും എന്ന് ഞാൻ ഇവിടെ നിന്ന് വായിച്ചിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മ വരികയാണ്. സുജിത് സാറ് സ്റ്റീഫൻ സാറിൻ്റെ ബുക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ ക്ലാസ് നമുക്കൊക്കെ ഉപകാരപ്പെടും. പോസിറ്റീവ് ഹാബിറ്റ്സ് പരിശീലിച്ച് ജീവിത വിജയത്തിൽ മുന്നേറാൻ നമുക്ക് കഴിയും. തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നു, കാത്തിരിക്കുന്നു. താങ്ക് യു സുജിത് സാർ. വൺസ് അഗെയിൻ താങ്ക് യു സാബു സാർ. ഓക്കെ, താങ്ക് യു സാർ. വിൻസെന്റ് സാർ കേൾക്കുന്നുണ്ടോ? ദെൻ നാഫി, വേറെ ആർക്കെങ്കിലും? വിൻസെന്റ് സാർ. സാറേ, വളരെ നാള് കൂടിയിട്ടാണ് ഞാൻ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരണത്. എവിടെ പോയി? അപ്പോൾ വന്നപ്പോ സുജിത് സാറിന്റെ ഇത് കേട്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. സുജിത്ത് ഇടുക്കി എന്ന് പറഞ്ഞപ്പോ പുള്ളിയുടെ പണ്ടത്തെ പേര് ഇതായിരുന്നില്ല, വേറെ എന്തോ ആയിരുന്നു. സോ ഐ വാസ് ജസ്റ്റ് വണ്ടറിങ് whether it is the same person or somebody else. എനിവേ, അപ്പൊ എനിക്ക് മുഴുവൻ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ 7:30 ശേഷമാണ് ഞാൻ ഇതിൽ കയറാൻ പറ്റിയത്. എനിക്ക് കുറെ ഡിബാക്കിൾസ് ഉണ്ടായിരുന്നു, അതൊക്കെ പോട്ടെ, ഞാൻ അതൊന്നും പറയുന്നില്ല.
എനിവേ, അപ്പൊ ഞാനത് ഇതിൽ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. അത് മാത്രമല്ല, അതിനെ കൂടുതൽ നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. എനിവേ, സുജിത് സാറിനെ കാണാനും ഈ പ്രോഗ്രാമിൽ വളരെ നാളുകൾക്ക് ശേഷം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിലും എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ വീണ്ടും ശ്രമിക്കാം. എനിക്ക് വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഐ വിൽ ഗോ ഫോർ എൻ എക്സൈൽ. കാരണം എൻ്റെ കണ്ണിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ണിൻ്റെ ഓപ്പറേഷൻ വീണ്ടും September 2 ശേഷം വീണ്ടും എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിവേ, ഐ വിൽ ബി ഇൻ ടച്ച്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സുജി. സർ. താങ്ക് യു. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം എല്ലാം നോർമൽ ആകട്ടെ. ഓക്കെ സാറേ, താങ്ക് യു. ദെൻ നാഫി കേൾക്കാമോ? വേറെ ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? സുജിത്തിനെ കേൾക്കാമോ? ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? സുജിത്തിന് നെറ്റ്വർക്കിന് എന്തോ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ദെൻ ഹരിക്ക് എന്തെങ്കിലും ഷെയർ ചെയ്തിരുന്നു? ഹരിയും ഞാനും സുജിത്തും ഒക്കെ ഒരേ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിങ് തുടങ്ങി മുന്നോട്ട് പോയതാണ്. ഓക്കെ, സുജിത്ത് വന്ന് ഇടുക്കിക്ക് പോയോ? ആരായിരുന്നു? സുജിത്ത് ഇടുക്കിക്ക് പോയോ? ഇരിക്കുന്നത് സാർ, ഇരുട്ടി അങ്കമാലി ഇരട്ടി കണ്ണൂർ ഇരട്ടി. അല്ല, ഇപ്പൊ വിൻസെന്റ് സാർ ഇല്ല സുജിത്ത് ഇപ്പം എറണാകുളത്തുണ്ട്. സുജിത്തെ കേൾക്കാമോ? കേൾക്കുന്നില്ല അല്ലേ? നമ്മുടെ കണക്ഷൻ ശരിയാകുന്നില്ല. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യാം. ഹരി പറയും, എന്നുണ്ട്? താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു സാർ. നമുക്ക് അടുത്ത ആഴ്ച കൂടെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 7 ഹാബിറ്റ്സും കൃത്യമായിട്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് ഡയറക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ക്ലാസ്സുകൾ സുജിത്തിൻ്റെ കെയർ ഓഫിൽ പ്രിൻസിപ്പൽ സെൻ്റർ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് ഓഫ് ക്ലാസ്സുകൾ നമ്മൾ എടുത്തിരുന്നു. ഒരുപക്ഷെ നമുക്കത് നമ്മുടെയൊക്കെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. സോ വേറെ ഇനി ആരും ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുജിത്തിന് തീർച്ചയായിട്ടും ഒരു താങ്ക്സ് പറയാം. അടുത്ത ആഴ്ച വീണ്ടും നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടെ നമുക്ക് തീർച്ചയായിട്ടും കേൾക്കാം. പറ്റുമെങ്കിൽ നിങ്ങൾ ആ ബുക്ക് വായിക്കുക. മലയാളവും ഇംഗ്ലീഷും എല്ലാം അവൈലബിൾ ആണ്. വളരെ മനോഹരമായ ബുക്കാണ്. ആ തീം കാണുമ്പോൾ തന്നെ അറിയാം. തീം ചെറുതാണെങ്കിലും ടൈറ്റിൽസ് ഒക്കെ ചെറുതാണെങ്കിലും അതിൻ്റെ പ്രായോഗിക തലം വളരെ വാസ്റ്റാണ്, വളരെ കൂടുതലുണ്ട്. അത് നമുക്ക് മാത്രമല്ല, നമുക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ പോലും അത് വളരെ പ്രയോജനകരമാണെന്നുള്ളതാണ്. അല്ല, ഇതിൻ്റെ ഒരു തീം, ഇതിൻ്റെ ഒരു കഥ, ഇതിൻ്റെ ഒരു സ്റ്റോറി പാർട്ട് മതി 1 മണിക്കൂറൊക്കെ നമുക്ക് മനോഹരമായിട്ട് സംസാരിക്കാം. കാരണം ഇപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾസ്, വാല്യൂസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡികളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രിൻസിപ്പിളും നമ്മളുടെ വാല്യൂസും ഒക്കെ സത്യത്തിൽ ശരിയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പ്രിൻസിപ്പിൾസും വാല്യൂസും ഒക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒന്ന് തന്നെയാണെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ ഡിഫറൻസിയേഷനൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു മനോഹരമായ വിഷയം തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത സെഷൻ അടുത്ത ബുധനാഴ്ച ഇതേ സമയത്ത് തന്നെ. അഖിൽ പറയും. അഖിലല്ല, ഞാൻ പറയും. ഓക്കെ. ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. സുജിത്ത് ഒന്ന് കൺക്ലൂഡ് ചെയ്തു. എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് എന്റെ ഫോണിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കറങ്ങി കളിക്കുക, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ കൂട്ടുകാരന്റെ ഫോണിൽ നിന്നാണ് കയറിയിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഫീഡ്ബാക്ക് കുറെ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. എന്തായാലും ഇത് ഞാനൊരു ബുക്ക് നിങ്ങൾക്കെല്ലാം വായിക്കാൻ വേണ്ടി ഒരു പ്രേരണ എന്ന രീതിയിൽ ഓടിച്ചു പറഞ്ഞു പോയതാണ്. ഇത് ഡെപ്ത് ആയിട്ട് പോകേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ വിഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ ലീഡർഷിപ്പ്, പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർപേഴ്സണൽ ലീഡർഷിപ്പ് ആണ്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് എംപതിക് കമ്മ്യൂണിക്കേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് സിനർജി, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ്ഡ് സെൽഫ് റിന്യൂവൽ. എന്തായാലും അടുത്ത ആഴ്ച ഫോണൊക്കെ ക്ലിയർ ആക്കി ഞാൻ ബുധനാഴ്ച ഉണ്ടാവും. എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും. ഒത്തിരി കാലങ്ങൾക്ക് ശേഷം ഇത്ര അവസരം തന്ന സാബു സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും സുജിത്തിന്റെ സെക്കൻഡ് പാർട്ട് കാണാം. നാളെ നമുക്ക് ഹോളിസ്റ്റിക് ഹെൽത്ത് ആണ്. ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ പാർട്ടായിട്ട് നമ്മുടെ ഓമനാമായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ.